dear students, welcome back to English Cafe. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡൽ വെർബ്സ് എന്നുള്ള ഒരു ടോപ്പിക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ? സോ എങ്ങനെയുണ്ട് മോഡൽ വെർബ്സ്? എളുപ്പമല്ലായിരുന്നോ അല്ലേ? പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നും കൂടി നോക്കി ഹോംവർക്ക് ഒക്കെ ചെയ്തില്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 3 മോഡൽ വെർബ്സ് ഏതൊക്കെയായിരുന്നു? ക്യാൻ പഠിച്ചു, അതേപോലെ കുഡ്, പിന്നെ ഒന്നും കൂടി പഠിച്ചു. എന്തായിരുന്നു അത്? ഷുഡ് ആണ്. യെസ്, ക്യാൻ, കുഡ് ആൻഡ് ഷുഡ്, ഈ 3 വാക്കുകളെ പറ്റിയാണ് പഠിച്ചത്. അപ്പോഴേ ഞാൻ പറഞ്ഞു ഇനിയും ഉണ്ട് കുറച്ചും കൂടി, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ? സോ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ശരിക്കും പഠിക്കാൻ പോകുന്നത്. ബാക്കി വന്ന കുറച്ച് മോഡൽ വെർബ്സ്. ഓക്കെ, സോ മോഡൽ വെർബ്സ് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ? എന്താണ് മോഡൽ വെർബ്സ്? ബേസിക്കലി എന്താണ്? അതും ഹെൽപ്പിംഗ് വെർബ് തന്നെയാണ്, നമ്മുടെ ഓക്സിലറി വെർബ് തന്നെയാണ്. എവിടേക്കാണ് യൂസ് ചെയ്യുക? പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പെർമിഷൻ ചോദിക്കണം, റിക്വസ്റ്റ് ചെയ്യണം, ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് യൂഷ്വലി നമ്മൾ ഈ മോഡൽ വെർബ്സ് യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം ഓർമ്മയില്ലേ? യെസ്. അപ്പം എന്താണ് മോഡൽ വെർബ്സ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്സിലറി വെർബ്സ് തന്നെയാണ്. അതിൽ നമ്മൾ ബാക്കി വന്ന 3 എണ്ണമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അത് ഏതൊക്കെയാണെന്നറിയോ? മേ, മൈറ്റ്, പിന്നെ മസ്റ്റ്. ഇങ്ങനെ 3 എണ്ണം കൂടിയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങല്ലേ? ഓക്കെ. സോ ആദ്യത്തേത് മേ. മേ എന്ന് പറഞ്ഞാൽ എന്താണ്? മേ എവിടേക്കാണ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. മേ എന്ന് പറഞ്ഞാൽ ഏകദേശം ക്യാനിനെ പോലെ തന്നെയാണ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ മേ കുറച്ചും കൂടി പ്രൊഫഷണൽ ആണ്, കുറച്ചും കൂടി ഒഫീഷ്യൽ ആണ്. അതായത് കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മേ ഉപയോഗിക്കാം ക്യാനിന് പകരമായിട്ട്. അപ്പം ബേസിക്കലി പെർമിഷൻ ചോദിക്കാൻ നമുക്ക് മേ യൂസ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ക്യാനും ആക്ച്വലി പെർമിഷൻ ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്തായിരുന്നു. ക്യാൻ ഐ ഗോ, ഞാൻ പൊക്കോട്ടെ. മേ ഐ ഗോ എന്ന് പറഞ്ഞാലോ സെയിം തന്നെയാണ്, ഞാൻ പൊക്കോട്ടെ എന്ന് തന്നെയാണ്, പക്ഷേ എന്നാൽ കുറച്ചും കൂടി റെസ്പെക്റ്റ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ യു മേ ഗോ, നിനക്ക് പോകാം. ഓക്കെ, നിനക്ക് പോകാം എന്ന് നമ്മളൊരു പെർമിഷൻ കൊടുക്കുകയാണ്. ഓക്കെ, നിനക്ക് പോകാം. അതേപോലെ മേ ഐ സിറ്റ് ഹിയർ, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ. അപ്പം പെർമിഷൻ ചോദിക്കാനോ പെർമിഷൻ കൊടുക്കാനോ ഈ 2 സിറ്റുവേഷൻസിലും നമുക്ക് മേ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ക്യാൻ പോലെ തന്നെയാണ്, ബട്ട് ജസ്റ്റ് ദാറ്റ് ഇറ്റ്സ് മോർ ഒഫീഷ്യൽ. ഗോട്ട് ഇറ്റ്? ഓക്കെ, സോ ദാറ്റ്സ് എ ഫസ്റ്റ് യൂസ്, പെർമിഷൻ കൊടുക്കാനും ചോദിക്കാനും എല്ലാം. ഓക്കെ, അടുത്തത് പോസിബിലിറ്റി ആണ്. പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് നമ്മൾ പോസിബിലിറ്റി എന്ന് പറയുന്നത്. ആക്ച്വലി ക്യാനും കുഡും നമ്മൾ പോസിബിലിറ്റി പറയാൻ വേണ്ടി യൂസ് ചെയ്തായിരുന്നു, ഓർക്കുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് ഇവിടെയും. പക്ഷേ ക്യാനിനും കുഡിനേക്കാളും പോസിബിലിറ്റി കുറച്ച് കുറവാണെങ്കിൽ അവിടെ നമുക്ക് ഈ മേ യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഷീ മേ ബി അറ്റ് ദി കാഫേ, അവളിപ്പം കാഫേയിൽ ഉണ്ടാവും, അവൾ കാഫേയിലായിരിക്കും. അപ്പം നമുക്ക് തറപ്പിച്ചറിയില്ല അവൾ അവിടെ ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഉറപ്പില്ല, എന്നാൽ കുറച്ച് ഏകദേശം ഒരു സംശയത്തിലാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് മേ. ഷീ മേ ബി അറ്റ് ദി കാഫേ നൗ. ഓക്കെ, അടുത്തത് ഐ മേ വിസിറ്റ് ഹർ ടുമോറോ, ഞാൻ അവളെ നാളെ കണ്ടേക്കാം. കാണും എന്നല്ല, കണ്ടേക്കാം എന്നുള്ളൊരു മീനിങ് ആണ്. ഓക്കെ, സോ പോസിബിലിറ്റിയെ പറ്റി പറയാനും നമുക്ക് മേ യൂസ് ചെയ്യാം. അടുത്തത് ആക്ച്വലി ക്യാൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്തതല്ല, ആക്ച്വലി പോസിബിലിറ്റി ആണെങ്കിലും പെർമിഷൻ ആണെങ്കിലും നമുക്ക് ക്യാൻ ഉപയോഗിച്ചുകൊണ്ടും പറയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്നാൽ അടുത്തത് അങ്ങനെയല്ല, ഇത് മേ എന്നുള്ളൊരു വേർഡിന് മാത്രമുള്ളൊരു സാധനമാണ്. ടു വിഷ് സം വൺ, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷ് ചെയ്യണം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ഈ വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മലയാളത്തിൽ നമ്മൾ ആശംസകൾ കൊടുക്കാന്നൊക്കെ പറയില്ലേ? അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആശംസ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് മേ വെച്ചുകൊണ്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഐ മീൻ ഈ വിഷ് പറയാം. ഓക്കെ, സോ എക്സാമ്പിൾ നോക്കിക്കേ, മേ യു ഫൈൻഡ് യുവർ ഡ്രീം ജോബ്, നീ നിന്റെ ഡ്രീം ജോബ് കണ്ടെത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് പറയില്ലേ? സോ അവിടെയാണ് ഈ മേ എന്നുള്ളൊരു വേർഡിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ക്ലിയർ? അതേപോലെ മേ ഓൾ യുവർ വിഷസ് കം ട്രൂ, നിന്റെ എല്ലാ വിഷസും, അതായത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സത്യമാവട്ടെ അല്ലെങ്കിൽ സാധിക്കട്ടെ എന്നുള്ളൊരു മീനിങ്. അപ്പം ഇവിടെ നമ്മൾ അങ്ങനെ ആശംസിക്കുമ്പം മേ എന്നുള്ളൊരു വേർഡ് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, മേ യു ഹാവ് എ ഹാപ്പി ലൈഫ്, ഒരു സന്തോഷമുള്ള ഒരു ജീവിതം ഞാൻ ആശംസിക്കുന്നു. സോ അങ്ങനെ ഒരാൾക്ക് ആശംസ കൊടുക്കുക. വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതല്ലേ? സെയിം തിങ്. ഓക്കെ, വിഷ് യു എ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് പറയുമ്പോൾ മേ യു ഹാവ് എ ഹാപ്പി മാരീഡ് ലൈഫ് എന്ന് നമുക്ക് വിഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ മേ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരാൾക്ക് നമുക്ക് വിഷസ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മേ എന്നുള്ള വേർഡിൻ്റെ യൂസേജ്. എന്തൊക്കെയായിരുന്നു? ഒന്നെങ്കിൽ പെർമിഷൻ ചോദിക്കാനോ കൊടുക്കാനോ ഒക്കെ യൂസ് ചെയ്യാം, അതേപോലെ ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാം, അതേപോലെ ആരെങ്കിലും വിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് നമ്മുടെ മൈറ്റ്. മൈറ്റ് എന്നുള്ളത് അഗൈൻ മേ എന്നുള്ളൊരു വേർഡിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ആക്ച്വലി ക്യാനിൻ്റെ പാസ്റ്റ് ടെൻസ് എന്തായിരുന്നു? കുഡായിരുന്നു. അതേപോലെയാണ് മേയുടെ പാസ്റ്റ് ടെൻസ് ആണ് ഈ മൈറ്റ് എന്ന് പറയുന്നത്. അപ്പം മൈറ്റ് എന്നുള്ളത് അഗൈൻ നമ്മളൊരു പോസിബിലിറ്റിയെ പറ്റി, നടക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ നമുക്കത് പറയാം. പക്ഷേ മേ എന്നുള്ളത് ഇപ്പം
എവിടെ പോയി? ഷീ മേ ബി അറ്റ് ദി കാഫെ, അല്ലെങ്കിൽ ഇറ്റ് മേ റെയിൻ എന്നൊക്കെ പറയാം. മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ ഒരു ഓർഡർ പറഞ്ഞുതരാം. ആ ഓർഡർ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് വിൽ റെയിൻ, മഴ പെയ്യും. അപ്പൊ എന്താണ് നമ്മൾ തറപ്പിച്ച് പറയുകയാണ്, വില്ല് എന്നുള്ളത് ഫ്യൂച്ചറിൽ നടക്കുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യുക അല്ലെ? സിമ്പിൾ ഫ്യൂച്ചർ ഓർക്കുന്നില്ലേ? യെസ്. സോ ഇറ്റ് വിൽ റെയിൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായാലും പിന്നീട് മഴ പെയ്യും എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ റെയിൻ ലേറ്റർ എന്നല്ലോ പറഞ്ഞാലോ മഴ പിന്നീട് പെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഇറ്റ് കുഡ് റെയിൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ഇച്ചിരി കുറവാണ്. ഇറ്റ്സ് മേ റെയിൻ ലേറ്റർ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, ചാൻസ് ഇനിയും കുറവാണ്. ഇനി ചാൻസ് വളരെ കുറവാണ്, ഏറ്റവും കുറവാണ്, പക്ഷെ നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റില്ല. മഴ പെയ്യില്ല എന്നല്ല, പെയ്യാൻ ചാൻസ് ഉണ്ട്, ഏകദേശം ഒരു ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ യു ക്യാൻ യൂസ് മൈറ്റ്. ഇറ്റ് മൈറ്റ് റെയിൻ ലേറ്റർ, പിന്നീട് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, പക്ഷെ വളരെ കുറവ് ചാൻസ് ആണ്. ഏറ്റവും കുറവ് ചാൻസ് ആണെങ്കിൽ യു ക്യാൻ യൂസ് മൈറ്റ്. ഓക്കെ, ഏറ്റവും ഉറപ്പുള്ളതാണെങ്കിൽ എന്താ പറയാ? വില്ലാണ് പറയാ. പിന്നെ ക്യാൻ, പിന്നെ കുഡ്, പിന്നെ മേ, പിന്നെ മൈറ്റ് ഏറ്റവും അവസാനം വരുന്ന വേർഡാണ്. ഇറ്റ് മൈറ്റ് റെയിൻ ലേറ്റർ. അതേപോലെ ഇറ്റ് മൈറ്റ് ബി ട്രൂ, അത് സത്യമാവാൻ ചാൻസ് ഉണ്ട്, വളരെ കുറവ് ചാൻസ് ആണ്, എന്നാലും സത്യമായേക്കാം എന്ന് നമ്മൾ പറയില്ലേ, അവിടെയാണ് ഈ മൈറ്റ് യൂസ് ചെയ്യുക. ക്ലിയർ? പിന്നെ വരുന്നതാണ് നമ്മുടെ മസ്റ്റ് എന്നുള്ള വേർഡ്. മൈറ്റിനാകെ ഈ ഒരു മെയിൻ ആയിട്ട് ഈ ഒരു യൂസേജ് ആണുള്ള എന്തെങ്കിലും കാര്യം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ കേട്ടോ. മേയുടെ പാസ്റ്റ് ടെൻസും കൂടിയാണ് മൈറ്റ്, അതും കൂടി ഓർത്ത് വെക്കുക. അടുത്തത് മസ്റ്റ് എന്നുള്ള വേർഡ് എവിടെയാണ് യൂസ് ചെയ്യുക? ആക്ച്വലി മെയിനായിട്ട് രണ്ട് സ്ഥലത്താണ് യൂസ് ചെയ്യുക. ഒന്ന് നെസസിറ്റി, എന്തായാലും ഉറപ്പിച്ച് നമുക്കൊരാളോട് എന്തെങ്കിലും കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, നീ അത് ചെയ്യണം, നീ അങ്ങോട്ട് പോകണം, നീ അത് കഴിക്കണം, നീ ഇങ്ങോട്ട് വരണം എന്ന് നമ്മൾ തറപ്പിച്ച് പറയുവാണെങ്കിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷുഡ് യൂസ് ചെയ്തല്ലോ. ഷുഡ് ആക്ച്വലി മെയിൻലി ഒരു അഡ്വൈസ്, ഒരു ഉപദേശം കൊടുക്കുമ്പോഴാണ് നമ്മൾ ഷുഡ് യൂസ് ചെയ്യുക. എന്നാൽ മസ്റ്റ് അങ്ങനെയല്ല, നമ്മൾ നിർദ്ദേശിച്ച് പറയുകയാണ് ഇതിങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയുമ്പോഴാണ് മസ്റ്റ് യൂസ് ചെയ്യേണ്ടത്. യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ്, നീ എന്തായാലും ഹെൽമെറ്റ് ധരിച്ചിരിക്കണം. അപ്പോൾ ഒരു നെസസിറ്റിയാണ്, ഒരു ആവശ്യമാണ്, അത് എന്തായാലും ചെയ്തിരിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനാണ്. വി മസ്റ്റ് ഫിനിഷ് അവർ വർക്ക്, നമ്മൾ നമ്മുടെ ജോലി തീർത്തിരിക്കണം എന്ന് പറയില്ലേ. സോ ചെയ്തിരിക്കണം, തീർത്തിരിക്കണം, പോയിരിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് മസ്റ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്തത് സ്ട്രോങ് ഡിഡക്ഷൻ ആണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം എന്തായാലും അങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മസ്റ്റ് യൂസ് ചെയ്യാം. ഹി മസ്റ്റ് ബി ടയേർഡ് ആഫ്റ്റർ ദ ട്രിപ്പ്, അവൻ ട്രിപ്പ് കഴിഞ്ഞ് എന്തായാലും ടയേർഡ് ആയിരിക്കും. ഓക്കെ, നമ്മൾ അത്രയും ഉറപ്പിച്ച് പറയുവാണ്, ആ സമയത്ത് നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. ദ ഡോർ ഇസ് ലോക്ക്ഡ്, ദേ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്, ഡോർ പൂട്ടിയിരിക്കുകയാണ്, അവരെന്തായാലും പുറത്ത് പോയി കാണും. ഓക്കെ, സോ ആ പോയി കാണും എന്നുള്ളതിലൊരു ഉറപ്പില്ല നമുക്ക്. പോയിട്ടുണ്ടെന്നല്ല, പോയിട്ടുണ്ടാവണം, പക്ഷെ എന്നാലും നമുക്ക് അതിലൊരു ഉറപ്പുണ്ട്. സോ ആ സമയത്ത് നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണോ? സോ മസ്റ്റ് എവിടേക്കാണ് യൂസ് ചെയ്യുക? ഒന്നെങ്കിൽ തറപ്പിച്ചൊരു കാര്യം പറയണമെങ്കിൽ, ഒരു നെസസിറ്റി അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കണമെങ്കിൽ, അതേപോലെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് നമുക്ക് അത്രയും ഉറപ്പുണ്ടെങ്കിൽ ആ ഒരു സാധ്യതയെ പറ്റി പറയാനും നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുഞ്ഞ് ക്ലാസ് ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാം മനസ്സിലായില്ലേ? ആക്ച്വലി ഇവിടെ ഞാൻ 1-2 എക്സാമ്പിളൊക്കെ തന്നിട്ടേ ഉള്ളൂ. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലാസ് നോട്ട്സിൽ കിട്ടുന്നതായിരിക്കും. അതും കൂടിയൊക്കെ നോക്കി പഠിച്ച് ഈ ടോപ്പിക് ഒന്നും കൂടി ഒന്ന് കലക്കിയെടുക്കണം. ഓക്കെ, സോ നമുക്ക് എന്തായാലും പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നോക്കാം. നമ്മൾ 3 വാക്കുകളായിരുന്നു പഠിച്ചത് മോഡൽ വേർബ്സിൽ, മേയും മൈറ്റും മസ്റ്റും. മേ എന്നുള്ളത് ഒന്നെങ്കിൽ പെർമിഷൻ കൊടുക്കാനോ ചോദിക്കാനോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയാൻ, എന്നാൽ ക്യാനിൻ്റെ കുഡിൻ്റെ അത്ര ചാൻസ് അല്ല, അതിനേക്കാൾ കുറവാണെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആശംസകൾ കൊടുക്കണമെങ്കിൽ അവിടെ നമുക്ക് മേ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ചതാണ് മൈറ്റ്. മൈറ്റ് എന്നുള്ളത് എവിടെയാണ് യൂസ് ചെയ്യുക? മേയുടെ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് ആണ് മൈറ്റ്. അതേപോലെ എന്തെങ്കിലും കാര്യം നടക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷെ ആ ചാൻസ് വളരെ കുറവാണ്, വെരി ലെസ് പോസിബിലിറ്റി. ഓക്കെ, ദെൻ യു യൂസ് മൈറ്റ്. അതേപോലെ മസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് ഷുവർ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പം അല്ലെങ്കിൽ ഒരു ഓർഡർ കൊടുക്കുന്ന സമയത്തൊക്കെ മസ്റ്റ് യൂസ് ചെയ്യാം. യു മസ്റ്റ് വെയർ എ ഹെൽമെറ്റ്, വി മസ്റ്റ് ഫിനിഷ് അവർ വർക്ക്, യു മസ്റ്റ് കം ഹിയർ, നീ ഇവിടെ വന്നേ പറ്റുള്ളൂ, വന്നിരിക്കണം എന്നൊക്കെ പറയുമ്പോഴാണ് മസ്റ്റ് യൂസ് ചെയ്യുക. അതേപോലെ എന്തെങ്കിലും ഒരു കാര്യം അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് പറയാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. ഹി മസ്റ്റ് ബി ടയർഡ് ആഫ്റ്റർ ദ ട്രിപ്പ്, ദേ മസ്റ്റ് ഹാവ് ഗോൺ ഔട്ട്, അവർ പോയിരിക്കണം എന്നൊക്കെ പറയുമ്പോഴും മസ്റ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ മോഡൽ വേർബ്സ്. അപ്പോൾ നമ്മൾ ടോട്ടലി ഒരു 6 മോഡൽ വേർബ്സ് പഠിച്ചല്ലേ. ഏതൊക്കെയായിരുന്നു?
ക്യാനും കുഡും ഷുഡും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മേയും മൈറ്റും മസ്റ്റും ഈ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം ഏകദേശം നമ്മൾ മോഡൽ വെർബ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇനിയും ഈ ഭാഗത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, എവിടെയെങ്കിലും ഇനിയും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ പേഴ്സൺ ട്യൂട്ടറോട് ചോദിച്ചാൽ മതി, ആൾ നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഹോംവർക്ക് ഒക്കെ തരും, അതും കൃത്യമായി ചെയ്യുക. സിമ്പിൾ ആയിട്ടുള്ള ഹോംവർക്ക് ആയിരിക്കും കേട്ടോ. സോ നമുക്ക് എന്തായാലും ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക് ആയിട്ട് കാണാം. സോ അതുവരെ എവ്രി വൺ ടേക്ക് കെയർ ആൻഡ് ബൈ.